ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇവിടെ ജനിച്ചു ജീവിക്കുന്നു. എന്തിനു വേണ്ടി ജനിച്ചുവെന്നോ എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്നോ അറിയാനും ഉള്ള ജിജ്ഞാസയും നമുക്കില്ല. നാം ആരായുന്നുമില്ല. പക്ഷേ നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിഞ്ഞാൽ ജനിച്ചതെന്തിനാണ് എന്ന് നമുക്കറിയാൻ കഴിയും. എന്നാൽ മരണത്തോടടുക്കുമ്പോൾ നാം ഭയപ്പെടുന്നു. കാരണം മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. മരണം ഭയപ്രദവുമാണ്. എന്നാൽ മരണതത്വം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണഭയം നമുക്ക് ഒഴിവായി കിട്ടും. അതിനാൽ ഒരു പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. മൃത്യുവെന്നാൽ ജീവിതാന്ത്യമല്ലോർക്കുകിൽ ജീവിതത്തിൻ്റെ തുടക്കമത്രേ. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പരമസത്യമാണിത്. ഇതറിയാത്തതാണ് നമ്മുടെ എല്ലാ ഭയത്തിനും കാരണമായിരിക്കുന്നത്. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന നമ്മുടെ ഒരു നിഴൽ പോലെ മരണം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തോടൊപ്പം, ജീവിതത്തിൻ്റെ കൂടെ മരണമുണ്ട്. അതോർത്താൽ അത് ഒഴിവാക്കാൻ ആരാലും സാധ്യവുമല്ല. ജനിച്ചിവിടെ വന്നോ ജീവിതവുമുണ്ട്. ജീവിതമുണ്ടോ അതിനൊരു അന്ത്യവുമുണ്ട്. എവിടെ തുടക്കമുണ്ട് അവിടെ അന്ത്യവുമുണ്ടല്ലോ. ഉണ്ടായതിനെല്ലാം നാശമുണ്ട്, ഉള്ളതിന് നാശമില്ല. ഉള്ളതിൽ നിന്നാണ് ഇവയെല്ലാം ഉണ്ടായത്. ഉണ്ടായിക്കഴിയുമ്പോൾ അവയ്ക്ക് നിലനിൽപ്പും നാശവും അനിവാര്യമാണ്. അതിൻ്റെ സ്വഭാവത്തെ നാം ഉൾക്കൊള്ളുക തന്നെ വേണം. അതിനാൽ ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. ജീവിതത്തോടൊപ്പം മൃത്യുവുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും മരണഭയം ഉണ്ടാവില്ല. നമ്മൾ ജീവിച്ചു വന്നല്ലോ, കുറേ കാലം ജീവിച്ചില്ലേ. പക്ഷേ എത്ര കാലം, 90 അല്ല 100 തികഞ്ഞാലും മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതിനോട് എന്തുകൊണ്ടാണ് മരിക്കാൻ ഇഷ്ടമില്ലാത്തത്? നമ്മൾ ആരാണെന്ന പരമസത്യം അറിയാത്തത് കൊണ്ടാണ്. നാം മരിക്കാത്തവരാണ് വാസ്തവത്തിൽ. മരിക്കുന്നതും വളരുന്നതും തളരുന്നതും ക്ഷയിക്കുന്നതും ജീർണിക്കുന്നതും എല്ലാം തന്നെ ഉണ്ടായതായ ശരീരമാണ്. ഉണ്ടായതിനെല്ലാം പരിണാമമുണ്ട്, നാശവുമുണ്ട്. ഉള്ളതിനൊരിക്കലും നാശമില്ല. നാം ഉള്ളതാണ് എന്ന പരമസത്യം അറിയണമെങ്കിൽ ഉണ്ടായതായ ശരീരത്തോടുള്ള ഒട്ടലിൽ നിന്ന് നാം നിവർത്തിക്കണം. നമ്മൾ ദേഹമല്ല, നാം ദേഹമാണെന്ന തോന്നലാണ് നമ്മുടെ അജ്ഞാനത്തിൻ്റെ ബീജം. അജ്ഞാനത്തിൽ നിന്നാണ് നാം ദേഹമാണെന്ന തോന്നലുണ്ടായത്. എന്നാൽ നമ്മൾ ദേഹമല്ല, ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് എന്ന സത്യമാണ് നാം ബോധിക്കേണ്ടത്. എന്നാൽ നമുക്ക് മരണഭയവുമില്ല. മരണം ശരീരത്തിൻ്റെ കൂടെയുണ്ട്. അത് മരിക്കുക തന്നെ ചെയ്യും. ആരും അതിൽ നിന്ന് വിമുക്തരുമല്ല. അതാണ് ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർക്കത്തലില്ല. ദുഃഖം ഇല്ല അവർക്ക്. ജീവിതത്തോടൊപ്പം മരണമുണ്ടെന്ന തത്വം അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ദുഃഖമില്ല. അതിനിടയ്ക്ക് നമ്മൾ ആരാണെന്ന പരമസത്യം കൂടി ബോധിക്കണം. ദേഹമാകുമ്പോഴാണ് ജനനവും മരണവും എന്നെ ബാധിക്കുന്നത്. നാം ഓരോരുത്തരും ഈ ദേഹമല്ല, ദേഹത്തിന് അതീതമായ പൊരുളാണ് എന്ന് നാം ബോധിക്കണം. മൃത്യുവെന്നാൽ, മരണമെന്നാൽ എല്ലാം അവസാനിക്കുകയല്ല ചെയ്യുന്നത്, മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈ ദേഹി ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ തൻ്റെ ബാക്കിയുള്ള കർമ്മവാസനകൾ അനുഭവിക്കാനായി മറ്റൊരു ശരീരത്തെ തേടിപ്പോകുന്നു. മറ്റൊരു ശരീരം, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു കാലത്ത്, മറ്റൊരച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞായി നാം ജീവിക്കുന്നു. എന്നാൽ
ഈ ശരീരം എന്നും ഒരേപോലെയല്ല. സ്ത്രീയായിരിക്കുന്ന ആൾ എന്നും സ്ത്രീയായോ, പുരുഷനായിരിക്കുന്ന ആൾ എന്നും പുരുഷനായിട്ടോ അല്ല വരുന്നത്. നമ്മുടെ ഇച്ഛപ്രകാരമാണ് നമുക്ക് ഏത് വേണമെന്ന് തരുന്നത്. അതിനാൽ നാം നല്ല സൽകൃത്യങ്ങൾ ചെയ്ത് പരോപകാരിയായി നല്ല ചിന്തകളോട് കൂടിയാണെങ്കിൽ നല്ല ഒരു ജീവിതമായിരിക്കും നമുക്ക് കൈവരുന്നത്. അത് സ്ത്രീയായാലും പുരുഷനായാലും സുഖവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. അത് സ്ത്രീയായാൽ കഷ്ടമെന്നോ പുരുഷനായാൽ സുഖമെന്നോ ഇല്ല. എത്രയോ കഷ്ടപ്പെടുന്ന പുരുഷന്മാരും എത്രയോ സുഖിക്കുന്ന സ്ത്രീകളുമില്ലേ. അതിനാൽ ഇവയ്ക്കെല്ലാം കാരണം നാം ചെയ്തു വെച്ച കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുഖദുഃഖങ്ങൾ നമ്മെ തേടിയെത്തുന്നത്. അതിനാൽ നമ്മുടെ ജീവിതം നന്നാക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ്. അതാണ് നമ്മുടെ കർത്തവ്യം. നാം ചെയ്യേണ്ടതും അതാണ്. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വമറിഞ്ഞവർ കത്തലില്ല. മൃത്യുവെന്ന ജീവിതാന്ത്യമല്ലോർക്കുകിൽ ജീവിതത്തിൻ്റെ തുടക്കമത്രേ.